നമസ്കാരം. മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം. ഇ.പി. ജയരാജന്റെ ഇടത് കൺവീനർ സ്ഥാനം തെറിക്കും. മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ജയരാജനെതിരെ. പിണറായി CPM പാർട്ടിക്കകത്ത് ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൺവീനറായി ഇ.പി. ജയരാജൻ പിണറായി സർക്കാരിൽ ഒരു ഘട്ടത്തിൽ രണ്ടാമനായി മന്ത്രി പദവി അലങ്കരിച്ചിരുന്നു. ജയരാജൻ പിന്നീട് പലതരത്തിലുള്ള അവഗണനയ്ക്കും ഇരയാവുകയായിരുന്നു. കണ്ണൂരിൽ CPMന്റെ വളർച്ചയ്ക്ക് സുപ്രധാനമായി പങ്കുവഹിച്ചിട്ടുള്ള ഒരു നേതാവാണ് ജയരാജൻ. 3 ജയരാജന്മാരാണ് കണ്ണൂരിൽ പിണറായി വിജയനൊപ്പം നിന്ന് പാർട്ടിയെ ശക്തിപ്പെടുത്തിയത്. എന്നാൽ ഒന്നാം പിണറായി സർക്കാരിന്റെ ആദ്യ ഘട്ടത്തിൽ തന്നെ മന്ത്രി പദവിയിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്ന ജയരാജൻ സ്ഥിരമായി പലതരത്തിലുള്ള അവഗണനകളെ നേരിടുകയാണ് ഉണ്ടായത്. പല പ്രതിസന്ധി ഘട്ടങ്ങളിൽ CPMന്റെ മുതിർന്ന നേതാക്കളും പാർട്ടിയെ അടക്കി ഭരിച്ച പിണറായി വിജയനും ജയരാജനെ തള്ളിപ്പറയുന്ന സ്ഥിതി വരെ ഉണ്ടായി. ഏതായാലും ഏറ്റവും ഒടുവിൽ പാർട്ടിയിൽ നിന്ന് മാത്രമല്ല ഇടതുപക്ഷ മുന്നണിയുടെ കൺവീനർ സ്ഥാനത്ത് നിന്നും ജയരാജൻ പുറത്താക്കപ്പെടുന്ന സ്ഥിതിയിലേക്കാണ് എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ജയരാജൻ കേരള രാഷ്ട്രീയത്തിൽ വിവാദ പുരുഷനായി മാറിയിരുന്നു. BJPയുടെ ദേശീയ നേതാക്കളിൽ ഒരാളായ BJPയുടെ കേരളത്തിന്റെ ചുമതലയുള്ള ദേശീയ നേതാവായ പ്രകാശ് ജാവ്ദേക്കറുടെ രഹസ്യ ബന്ധമുണ്ടാക്കി എന്നത് മാത്രമല്ല, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവസരത്തിൽ കേരളത്തിൽ മത്സരിക്കുന്ന BJP സ്ഥാനാർത്ഥികളിൽ 5 പേർ വലിയ ജനസമ്മതരാണ് എന്ന രീതിയിലും ജയരാജൻ അഭിപ്രായം പറഞ്ഞിരുന്നു. ഈ പ്രസ്താവനയും തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണിക്ക് ദോഷമുണ്ടാക്കി എന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. ഇ.പി. ജയരാജൻ കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റാണ് എന്ന കാര്യത്തിൽ പാർട്ടി നേതാക്കൾക്ക് സംശയമേതുമില്ല. എങ്കിലും മാറിയ ചില രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരളത്തിൽ പോലും മറ്റ് പാർട്ടികളിൽ നിന്നും BJPയിലേക്ക് നേതാക്കൾ കാലു മാറിക്കൊണ്ടിരിക്കുന്ന അനുഭവങ്ങൾ തുടരുന്ന ഈ സാഹചര്യത്തിൽ ജയരാജൻ BJP നേതാക്കളെ കണ്ടതിൽ വലിയ ഗൗരവമാണ് പാർട്ടി പ്രകടമാക്കുന്നത്. CPM എന്ന പാർട്ടിയും കണ്ണൂരിലെ നേതാക്കളും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ അടുപ്പം പുലർത്തിയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും തന്നെ മനഃപൂർവ്വമായി അവഗണിക്കുന്നു എന്ന വിശ്വാസമാണ് ജയരാജനെ പാർട്ടി പ്രവർത്തനങ്ങളിൽ നിന്നും അകറ്റി നിർത്താൻ പ്രേരിപ്പിച്ചത്. കഴിഞ്ഞ കുറെ നാളുകളായി കൺവീനർ എന്ന നിലയിൽ ഇടതുമുന്നണിയുടെ യോഗം വിളിച്ചുകൂട്ടാനോ ഘടക കക്ഷികളെ ബന്ധപ്പെടുത്തി ഏകോപനം ശക്തമായി നിലനിർത്തി പോകാനോ ഉള്ള പ്രവർത്തനങ്ങൾ ജയരാജൻ നടത്തുന്നില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഭരണത്തിലിരിക്കുന്ന ഇടതുപക്ഷ മുന്നണി കനത്ത തോൽവിയാണ് ഏറ്റുവാങ്ങിയത്. അതുകൊണ്ട് തന്നെ ഫലപ്രഖ്യാപനം വന്ന ശേഷം തോൽവിയുടെ കാരണങ്ങൾ ആദ്യം ചർച്ച ചെയ്യേണ്ടത് ഇടതുമുന്നണി യോഗത്തിലായിരുന്നു. എന്നാൽ കൺവീനർ എന്ന നിലയിൽ ജയരാജൻ മടിച്ചു നിൽക്കുന്നതിനാൽ ഈ യോഗം വിളിച്ചുകൂട്ടാനോ കാര്യക്ഷമമായി ചർച്ചകൾ നടത്തി പരാജയം വിലയിരുത്താനോ അവസരം ഉണ്ടായില്ല. ഇതാണ് ഇടതുപക്ഷ മുന്നണിയിലെ CPMഉം മറ്റ് കക്ഷികളും കൂടുതൽ പ്രതിഷേധം ഉയർത്താൻ കാരണം. CPM നേതാക്കൾ മാത്രമല്ല, ഇടതുമുന്നണിയിലെ രണ്ടാമത്തെ വലിയ പാർട്ടിയായ CPI നേതൃത്വവും ജയരാജനെ കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റി മറ്റൊരാളെ കൺവീനർ ആക്കണം എന്ന ആവശ്യം ഉന്നയിച്ചിരിക്കുകയാണ്. ഇതേ ആവശ്യം തന്നെ കേരള കോൺഗ്രസും NCPയും ജനതാദളും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ വിവിധ മേഖലകളിൽ നിന്നും ജയരാജനെതിരെയുള്ള നീക്കങ്ങൾ ഉണ്ടായിരിക്കുന്ന സാഹചര്യത്തിൽ ജയരാജനെ കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റുകയും പുതിയൊരാളെ നിയോഗിക്കുകയും ചെയ്യുന്ന എന്ന തീരുമാനത്തിലേക്ക് അടുത്ത CPM നേതൃയോഗം എത്തിച്ചേരും. മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടി സെക്രട്ടറി ഗോവിന്ദ മാസ്റ്ററും ജയരാജൻ വിഷയത്തിൽ നേരിട്ട് ചർച്ച നടത്തുകയും അടുത്ത കമ്മിറ്റി യോഗത്തിൽ പുതിയ ഒരാളെ കൺവീനറായി കണ്ടെത്തുന്നതിന് തീരുമാനിക്കുകയും ചെയ്തതായും വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഇ.പി. ജയരാജൻ എന്ന കണ്ണൂരിന്റെ കരുത്തനായ കമ്മ്യൂണിസ്റ്റ് നേതാവ് പാർട്ടിയുടെ തന്നെ പ്രതികാര നടപടികളുടെ പേരിൽ ഇരയായി മാറുന്ന സ്ഥിതിയിലാണ് എത്തിയിരിക്കുന്നത്. നന്ദി, നമസ്കാരം.